നമസ്കാരം. ബംഗാളിൽ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് CPM-ന് വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം നാളത്തെ തിരഞ്ഞെടുപ്പിൽ CPM വിജയപ്രതീക്ഷ വയ്ക്കുന്ന മൂർഷിദാബാദ് എന്ന മണ്ഡലം ഉൾപ്പെടുന്നു. പാർട്ടി വിജയമുറപ്പിക്കുന്നുണ്ടെങ്കിലും 1980 മുതൽ 2014 വരെ CPM കുടിപാറിയ മൂർഷിദാബാദ് എന്ന മണ്ഡലം പിന്നീട് പാർട്ടിക്ക് ക്ഷീണമാണുണ്ടാക്കിയത്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ CPM 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു. CPM-ന്റെ ഒരു കാലത്തെ കോട്ടയായിരുന്ന മൂർഷിദാബാദ് എങ്ങനെയും തിരിച്ചുപിടിക്കുക എന്നതാണ് CPM-ന്റെ ലക്ഷ്യം. അതിനുവേണ്ടി പാർട്ടി സെക്രട്ടറിയെ തന്നെയാണ് CPM ഇവിടെ മത്സരിപ്പിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയായ മുഹമ്മദ് സലീമാണ് ഇവിടുത്തെ CPM സ്ഥാനാർത്ഥി. ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത തന്നെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ വോട്ടർമാരായുള്ള മണ്ഡലമാണ് മൂർഷിദാബാദ്. അതിനാലാണ് ന്യൂനപക്ഷാംഗമായ മുഹമ്മദ് സലീമിനെ തന്നെ CPM ഇവിടെ മത്സരിപ്പിക്കുന്നത്. ഇവിടെ CPM വിജയമുറപ്പിക്കുവാൻ പറയുന്ന കാരണങ്ങൾ ഇക്കുറി കോൺഗ്രസും CPM തമ്മിലുള്ള സഖ്യം തന്നെയാണ്. അതോടൊപ്പം പൗരത്വ ഭേദഗതി ബില്ലിന്മേൽ ബംഗാളിൽ ശക്തമായി തെരുവിലിറങ്ങി പ്രതികരിച്ചത് CPM-ന്റെ നേതൃത്വത്തിലായിരുന്നു. ഇത് ഇക്കുറി ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തൃണമൂലിൽ നിന്നും തിരികെ CPM-ലേക്ക് വരുമെന്നുള്ളതാണ് പാർട്ടിയുടെ നിഗമനം. അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്കാണ്. ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനും വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് CPM കോൺഗ്രസ് സഖ്യം തങ്ങളുടെ സീറ്റ് നിലനിർത്തുന്നതിന് സഹായിക്കുമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ കോൺഗ്രസിന്റെ കയ്യിൽ 2 സീറ്റുകളാണ് ബംഗാളിലുള്ളത്. അതിലൊന്നിലേക്കാണ് നാളത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് കാരണം മുന്നണിയായി മത്സരിക്കുന്ന CPM-നും കോൺഗ്രസിനും വിജയപ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങൾ നാളത്തെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഇക്കുറി എങ്ങനെയും കഴിഞ്ഞുപോയ കാലങ്ങളിലെ തോൽവിയിൽ നിന്നും കരകയറുവാനാണ് CPM ശ്രമിക്കുന്നത്. അതിനുവേണ്ടി സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെയും അതോടൊപ്പം തന്നെ DYFI നേതാവ് മീനാക്ഷി മുഖർജിയുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രചരണമാണ് ഗ്രാമങ്ങൾ തോറും നടന്നു വരുന്നത്. മൂർഷിദാബാദിലെ മുഹമ്മദ് സലീമിന്റെ റാലികൾക്കിടയിൽ കണ്ട ജനക്കൂട്ടം വോട്ടാവുകയാണെങ്കിൽ തീർച്ചയായും കമ്മ്യൂണിസത്തിന്റെ പുതിയ തിരിച്ചുവരവായിരിക്കും ഇതെന്നാണ് കരുതുന്നത്. പാർട്ടി വിശദീകരണത്തിൽ മൂർഷിദാബാദ് ഇക്കുറി തങ്ങൾക്കൊപ്പമെന്ന് തന്നെയാണ് CPM പറയുന്നത്. എന്നാൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ ഇക്കുറി കൂടുതൽ യുവനേതാക്കളെ മത്സരിപ്പിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും കൂടുതൽ സീറ്റുകൾ നേടിത്തരുമെന്നും കരുതുന്നു.